ഹായ്, നമ്മുടെ മൊബൈലിൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള സെറ്റിംഗ്സ് ഏതാണെന്ന് വെച്ചാൽ ഞാനത് കാണിച്ചു തരാം. വളരെ യൂസ്ഫുൾ ആണ്, പക്ഷെ പലർക്കും ഈ ഒരു സെറ്റിംഗ്സ് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇത്രയും നല്ലൊരു സെറ്റിംഗ്സ് നമ്മുടെ ഫോണിന്റെ ഉള്ളിൽ ഉണ്ടായിട്ട് പല ആളുകൾക്കും ഇത് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് കാണിച്ചിരുന്നത്. നമുക്ക് സെറ്റിംഗ്സ്, ഫോണിന്റെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഗിയർ ഐക്കൺ കാണുന്നില്ലേ, ആ ഗിയർ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ നമ്മൾ പല ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്ന സമയത്ത് അതിന്റെ കൂടെ കൂടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു ഓപ്ഷൻ ആണിത്. അപ്പൊ അതിനായി നമ്മൾ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആപ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ ആപ്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ആ ആപ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആപ്പ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആപ്പ് മാനേജ്മെന്റ്. ആ ആപ്പ് മാനേജ്മെന്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് വരുന്ന സമയത്ത് ആൽഫബറ്റിക്കൽ ഓർഡറിലായതുകൊണ്ട് ഏറ്റവും താഴേക്ക് വരുന്ന സമയത്ത് നമുക്ക് യൂട്യൂബിന്റെ ആപ്പ് ഇവിടെ കാണാൻ സാധിക്കും. യൂട്യൂബ്. ആ യൂട്യൂബിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ഓപ്ഷനാണ്. വളരെ യൂസ്ഫുൾ ആണ്. കാരണം ഈ പറഞ്ഞിരിക്കുന്ന യൂട്യൂബിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാം പിക്ചർ ഇൻ പിക്ചർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണുന്നുണ്ട് അല്ലെ, പിക്ചർ ഇൻ പിക്ചർ. അതൊന്ന് ക്ലിക്ക് ചെയ്യാം. നിങ്ങളുടെ ഫോണിൽ ഇത് എനേബിൾ ആണോ എന്ന് നോക്കുക. ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നതുകൊണ്ട് ഇവിടെ എനേബിൾ ആണ്. നിങ്ങൾ ഓഫ് ചെയ്തിട്ടാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഓൺ ചെയ്ത് വെക്കുക, ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഇതാണ് ആദ്യത്തെ സെറ്റിംഗ്സ്. കഴിഞ്ഞിട്ടില്ല, 2 സെറ്റിംഗ്സ് ചെയ്താലേ നമുക്ക് ഇതൊരു ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് വരുള്ളൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അത് എനേബിൾ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് ബാക്കോട്ടേക്ക് വരിക. സ്ക്രീൻ ബാക്കോട്ടേക്ക് തന്നെ വന്നിട്ട് നമുക്ക് അടുത്ത നേരെ യൂട്യൂബിന്റെ ഐക്കൺ കാണുന്നില്ലേ, ആ യൂട്യൂബിന്റെ ഐക്കണിന്റെ മേലെ ഒന്ന് പ്രസ് ചെയ്യാം. അവിടെ പ്രസ് ചെയ്തിട്ട് ഞാൻ എന്റെ ചാനലിലേക്ക് തന്നെയാണ് പോകുന്നത്. യൂട്യൂബിൽ നിങ്ങൾക്ക് ഏതിലായാലും കുഴപ്പമില്ല. യൂട്യൂബിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും മുകളിൽ താഴെ നമ്മുടെ മൊബൈലിന്റെ നമ്മുടെ പ്രൊഫൈൽ ഐക്കൺ കാണാം. അതിന്റെ ഏറ്റവും മുകളിൽ സെറ്റിംഗ്സ് കാണാം. ആ സെറ്റിംഗ്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് പ്ലേ ബാക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ കാണില്ലേ, പ്ലേ ബാക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ കാണാൻ സാധിക്കും പിക്ചർ ഇൻ പിക്ചർ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. പിക്ചർ ഇൻ പിക്ചർ എന്നുള്ള അത് നമ്മൾ എന്ത് ചെയ്യുക, ഓഫ് ചെയ്താണെങ്കിൽ അതും കൂടി ഓൺ ചെയ്ത് വെക്കുക. ഇത് 2 സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പണി കഴിഞ്ഞു. ഇനി എന്താണ് സംഗതി എന്നുള്ളത് നമുക്ക് കാണിച്ചു തരാം. ഞാൻ ഇവിടെ പിക്ചർ ഇൻ പിക്ചർ ഓൺ ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ യൂട്യൂബ് ഓപ്പൺ ചെയ്യാണ്. യൂട്യൂബ് ഓപ്പൺ ചെയ്ത് ഞാൻ ഒരു വീഡിയോ പ്ലേ ചെയ്തു. വീഡിയോ പ്ലേ ചെയ്തിട്ട് താഴെ നമ്മുടെ ഹോം ബട്ടണിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സ്ക്രീൻ മിനിമൈസ് ആയി വരും. കണ്ടല്ലേ, ഇത് യൂട്യൂബ് നമുക്ക് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് അതിൽ പറയുന്നത്, വീഡിയോ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അതേ സമയത്ത് തന്നെ നമുക്ക് വാട്സപ്പ് ഞാൻ ഓപ്പൺ ചെയ്തു. വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് നേരെ വാട്സപ്പിൽ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് നമുക്ക് ചാറ്റ് ചെയ്യുന്നതിന് യാതൊരു ബുദ്ധിമുട്ടില്ല. നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ കയറിയിട്ട് നിങ്ങൾക്ക് ചാറ്റ് ചെയ്യുന്ന സമയത്ത് പോലും യൂട്യൂബ് അവിടെ അങ്ങനെ വർക്ക് ചെയ്ത് നമുക്ക് യൂട്യൂബ് കണ്ടുകൊണ്ട് തന്നെ അല്ലെങ്കിൽ പാട്ടുകൾ കേട്ടുകൊണ്ട് തന്നെ ഏത് കാര്യങ്ങൾ വേണമെങ്കിലും നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരേ സമയത്ത് 2 കാര്യങ്ങളും നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റും. ഇനി നമുക്കത് യൂട്യൂബ് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ക്ലോസ് ചെയ്യാനുള്ള ക്ലോസ് ബട്ടണും അതിന്റെ തൊട്ടടുത്തായിട്ട് ക്ലോസ് ബട്ടൺ കാണിക്കുന്നുണ്ട്. അവിടെ ക്ലോസ് ചെയ്താൽ യൂട്യൂബ് ക്ലോസ് ആവും. ഈ നടുവിലുള്ള ആ ഒരു സ്ക്വയർ കാണുന്നില്ല, അവിടെ ക്ലിക്ക് ചെയ്താൽ ഫുൾ സ്ക്രീനിലേക്ക് വരികയും ചെയ്യും.